ഹലോ വെൽക്കം ബാക്ക്. 10ാം ക്ലാസ്സിൽ ഐടിയിലെ ആദ്യത്തെ ചാപ്റ്റർ ഉണ്ട് അല്ലേ, ദ വേൾഡ് ഓഫ് ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്ങനെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ളതും എങ്ങനെ കൃത്യമായിട്ട് സേവ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പുകളും നോട്ട് ചെയ്ത് വെക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്കിവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഓപ്പൺ ദ ഫയൽ badge.svg. മലയാളം മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, വായിക്കാം. ഓപ്പൺ ദ ഫയൽ badge.svg given in the exam documents folder in home in Inkscape software and create a design of a badge as shown in the model given below. ഒന്നുമില്ല, നമുക്ക് ഒരു SVG ഫയൽ ഓൾറെഡി നൽകിയിട്ടുണ്ട്, badge.svg. ആ SVG ഫയലിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറക്കണം. എന്നിട്ട് ഈ ഒരു മോഡലിലുള്ളത് പോലെ ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഹിന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. മേക്ക് അനദർ സർക്കിൾ ഇൻ ദ മിഡിൽ ഓഫ് ദ സർക്കിൾ, അഡ്ജസ്റ്റ് ഇറ്റ് സൈസ്, ടൈപ്പ് ദ ടെക്സ്റ്റ് ആൻഡ് അറേഞ്ച് ഇറ്റ് അക്കോർഡിംഗ് ടു ദ സർക്കിൾ ഇൻ ദ മിഡിൽ. ഓക്കെ, ബാക്കി എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് പറഞ്ഞിരിക്കുന്ന badge.svg എന്ന ഫയൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറക്കണം. ആദ്യം നമുക്ക് ആ കാര്യം ചെയ്യാം, അതിനുശേഷം ബാക്കിയിലേക്ക് കിടക്കാം. ഓക്കെ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുക? ഇത്തരത്തിലൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത, ഓൾറെഡി ഒരു SVG ഫയൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതിന് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറക്കുക എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറക്കാൻ പറ്റിയ ഇത്തരത്തിലൊരു SVG ഫയൽ? 2 മാർഗമുണ്ട്. ഒന്ന് എന്ത് ചെയ്യുക? ഡയറക്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു SVG ഫയലുള്ള സ്ഥലത്തേക്ക് പോവാം. അതാണ് ഒന്നാമത്തെ മാർഗം. കാണിച്ചു തരാം. എവിടെയുള്ളത്? ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് badge.svg പോകാം. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഇവിടെയുണ്ട്. ആ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം badge.svg അല്ലെ. ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ക്സ്കേപ്പിലല്ല തുറന്ന് കിട്ടുക. ഓക്കെ, ഡയറക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇങ്ക്സ്കേപ്പിലല്ല ഇത് തുറന്ന് കിട്ടുക. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു badge.svg എന്ന ഈ ഒരു SVG ഫയലിനെ നമുക്ക് ഇങ്ക്സ്കേപ്പിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ കുറേ ആപ്ലിക്കേഷൻ ഇവിടെ വരുന്നത് കാണാലോ. ഇതിൽ ആദ്യം തന്നെ ഇങ്ക്സ്കേപ്പ് ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ മാർഗം. ഈ രീതിയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു SVG ഫയലിനെ ഇങ്ക്സ്കേപ്പിൽ ഓപ്പൺ ചെയ്യാം. ഇനി വേറെ ഒരു മാർഗമുണ്ട്, അത് കാണിച്ചു തരാം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ നേരെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. എങ്ങനെയാണ് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ഈ ക്രമം മാറിപ്പോവരുത്, കാരണം എക്സാമിന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ക്സ്കേപ്പ് ആണെങ്കിൽ ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കിട്ടിയല്ലോ. ഇവിടെ എന്ത് ചെയ്യുക? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ കാര്യങ്ങൾ ചെയ്യാനല്ല, നമ്മളോട് ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് badge.svg എന്ന ഫയൽ ഓപ്പൺ ചെയ്യാനാണ്. അതുകൊണ്ട് ഫയലിൽ ഓപ്പൺ കൊടുക്കുക. ഫയലിൽ ഓപ്പൺ കൊടുക്കുക. ഇപ്പൊ ഏത് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളോട് എവിടെയാ പറഞ്ഞ? ഹോമിലെ, ഇതാ ഇവിടെ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഉണ്ട്. എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് badge.svg എന്നൊരു ഫയൽ കാണാൻ പറ്റും. ആ SVG ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒരു ഓപ്പൺ എന്നൊരു ബട്ടൺ കാണാലോ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. സെറ്റ് അല്ലേ? നമ്മുടെ badge.svg എന്ന ആ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു മാതൃകയിലുള്ളതുപോലെ ആക്കണം. അതായത് വൃത്തത്തിന് മധ്യത്തിലായി മറ്റൊരു വൃത്തം കൂടി നിർമ്മിച്ച് വലിപ്പം ക്രമീകരിക്കുക. മേക്ക് another circle in the middle of the circle, adjust its size. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഇതിന്റെ നടുവിലായിട്ട് വേറൊരു സർക്കിൾ വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നിക്കൽ എന്ത് ചെയ്യാം? നമുക്കിവിടെ ക്രിയേറ്റ് സർക്കിൾസ് എന്ന് പറയുന്ന സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, വൃത്തങ്ങൾ വരക്കാൻ പറ്റുന്ന ഒരു ടൂൾ ഉണ്ട്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കിൾ വരക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി നല്ലത്, ഓൾറെഡി നമുക്കൊരു സർക്കിൾ ഉണ്ടല്ലോ, ഓൾറെഡി ഒരു വൃത്തം ഉണ്ടല്ലോ, ഈ വൃത്തത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ പോരെ. ഓക്കെ, ഇതിന്റെ ഒരു പകർപ്പ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ പോരെ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് എന്ത് ചെയ്യുക? ട്രാൻസ്ഫോം ടൂൾ ഇവിടെ കാണാം. ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഒരു വൃത്തത്തിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ 3 മാർഗങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക,
എന്നിട്ട് എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അങ്ങനെ ആയാലും നമുക്ക് ഇതേപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. വേറെ ഒരു മാർഗം കൂടിയുണ്ട്. നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു വൃത്തത്തിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി എന്ന കീയില്ലേ, നമ്മുടെ ഡി, അത് ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് ഡി ക്ലിക്ക് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൺട്രോൾ ഡി യൂസ് ചെയ്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇതിന് മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ കുറച്ച് ചെറുതാക്കണം അല്ലേ? ചെറുതാക്കുന്ന സമയത്ത് വേറെ ഒരു കളർ ഇവിടെ നിന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു കളർ ഞാൻ ഇവിടെ നിന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് ചെറുതാക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പിടിച്ച് ചെറുതാക്കുമ്പോൾ കണ്ടില്ല, അതിൻ്റെ ഷേപ്പ് അടക്കം മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലല്ല നമുക്കിത് ചെറുതാക്കാൻ പറ്റുന്നത്. ഈ രീതിയിൽ അങ്ങനെ ചെറുതാക്കണ്ട. അപ്പോൾ ഒരു വൃത്തിയിൽ നമുക്ക് കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കീബോർഡിലെ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ച് ഈ രീതിയിൽ ചെറുതാക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ അത് ചെറുതായി വരുന്നത് കാണാം. അതേപോലെ വലുതാക്കുമ്പോഴും എല്ലാ ഭാഗവും ഒരേപോലെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ അല്ലേ? ചെറുതാക്കി. ചോദ്യം നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ടൈപ്പ് ദ ടെക്സ്റ്റ് ആൻഡ് അറേഞ്ച് ഇറ്റ് അക്കോർഡിംഗ് ടു ദ സർക്കിൾ ഇൻ ദ മിഡിൽ. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് മധ്യത്തിലുള്ള വൃത്തത്തിനനുസരിച്ച് ക്രമീകരിക്കും. ഓക്കെ, ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും പുറത്തൊരു സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് എന്താ? സ്കൂൾ കലോത്സവം വളണ്ടിയർ. ഓക്കെ, ആ ഒരു ടെക്സ്റ്റ് അതേപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ കീബോർഡിലെ ക്യാപ്സ് ലോക്ക് ഉണ്ട് അല്ലേ, അത് പ്രസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ലെറ്റേഴ്സ് ഒക്കെ തന്നെ ക്യാപിറ്റൽ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സ്കൂൾ കലോത്സവം വളണ്ടിയർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്കിതിനെ ബോൾഡ് ആക്കണം, കുറച്ച് കട്ടി കൂട്ടണം. അതിനുവേണ്ടി ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഫോണ്ട് സ്റ്റൈല് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബോൾഡ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കട്ടി കൂടും. ഓക്കെ, അതിൻ്റെ കട്ടി കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനാവശ്യമായുള്ള കളർ ചൂസ് ചെയ്യണം. ഒരു മഞ്ഞ അല്ലേ, ഒരു യെല്ലോ കളർ നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. യെല്ലോ കളർ ചൂസ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് കുറച്ചൊന്ന് വലുതാക്കാം ആദ്യം തന്നെ. അപ്പോൾ ഒന്നിക്കലും എന്ത് ചെയ്യാം? ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ നിങ്ങൾക്ക് പിടിച്ച് വലിച്ച് വലുതാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഫോണ്ട് സൈസ് ഉണ്ട്, ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇത്ര വേണ്ട, നമുക്കൊരു 48 നിൽക്കട്ടെ. ഓക്കെ, ഇത്രയും സെറ്റാക്കി. ഇനി എന്ത് ചെയ്യുക? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അകത്തുള്ള ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ഈ ഒരു വൃത്തം ഉണ്ട് അല്ലേ, ഈ വൃത്തത്തിനനുസരിച്ചിട്ട് ആ ഒരു പാത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം? അകത്തുള്ള സർക്കിൾ നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക, അകത്തുള്ള സർക്കിളും ക്ലിക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ടെക്സ്റ്റും ക്ലിക്ക് ചെയ്യുക. ഒരുമിച്ച് അത് രണ്ടും സെലക്ട് ചെയ്യുക. ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഒബ്ജക്റ്റിൽ, അതായത് ഈ വൃത്താണ്, വൃത്തത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ടെക്സ്റ്റിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി? ആ ഒരു വൃത്തവും ടെക്സ്റ്റും ഒരുമിച്ച് സെലക്ട് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിനെ ആ ഒരു രൂപത്തിലേക്ക് ആ പാത്തിനനുസരിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്ത് കൊടുക്കുക. പുട്ട് ഓൺ പാത്ത്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു പാത്തിനനുസരിച്ച് അത് മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ചോദ്യം നോക്കാലോ. ഇതാ ഇവിടെ കുറച്ച് സ്പേസ് കൊടുത്ത് ഇവിടെയും കുറച്ചൊക്കെ സ്പേസ് കൊടുത്ത് ഏകദേശം ഈ 3 ഭാഗത്തും ഒരേപോലെ സ്പേസ് വരുന്ന വിധത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? നമുക്കിതാ ഇവിടെ ഈ വളണ്ടിയർ എന്നല്ല വീടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്പേസ് ബാർ ഇതേപോലെ പ്രസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടെക്സ്റ്റിനിടയിലുള്ള സ്പേസ്, ഓരോ ലെറ്ററിനിടയിലുമുള്ള സ്പേസ് നിങ്ങൾക്ക് ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഓൾട്ട് കീ ഇല്ലേ, ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏറോ കീ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓരോ ലെറ്ററിനിടയിലുള്ള സ്പേസ്. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ ഏകദേശം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ, കുറച്ചൊന്ന് ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു സ്ട്രോക്കിൽ നിന്നും കുറച്ചൊന്ന് പൊന്തി നിന്നിട്ടാണുള്ളത്. ആ രീതിയിൽ നമുക്കിതിനെ ക്രമീകരിക്കണം. ഇതിപ്പോൾ ഇതിൽ പറ്റി പിടിച്ച പോലെയുള്ളത്. അപ്പോൾ അങ്ങനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കീബോർഡിലെ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിലെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കും. കുറച്ചൊന്ന് വലിച്ചു കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞല്ലോ. സെറ്റല്ലേ? ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള സംഭവമായില്ലേ? ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് പറഞ്ഞേ? തയ്യാറാക്കിയ ചിത്രം ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി PNG ഫയലാക്കി എക്സ്പോർട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, എക്സ്പോർട്ട് ദ ഇമേജസ് PNG ഫയൽ ടു ദ എക്സാം 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദ ഫയൽ നെയിം. PNG ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യണം.
അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഇതൊക്കെ വേറെ വേറെ ആയിട്ടാണല്ലോ ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ പിടിച്ചിട്ട് ഇതേപോലെ മുഴുവനായിട്ട് അതിനെ സെലക്ട് ചെയ്യാം. മുഴുവനായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മുഴുവനായിട്ട് ഇതേപോലെ സെലക്ട് ആയി കിട്ടും. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ്, ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ്. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. PNG ഫോർമാറ്റിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് കാണാം. എക്സ്പോർട്ട് PNG ഇമേജ്. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്ന കണ്ടല്ലോ. ഈ വിൻഡോയിൽ നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു കാര്യത്തെ, ആ ഒരു ഡ്രോയിങ്ങിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ സെലക്ഷൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്താണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ നമുക്ക് മുഴുവനായിട്ട് എക്സ്പോർട്ട് ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ സെലക്ഷൻ അല്ലേ ഇവിടെ ഉറപ്പ് വരുത്തുക, അത് തന്നെയല്ലേ നിങ്ങൾ ക്ലിക്ക് ചെയ്തില്ലെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇവിടെ എക്സ്പോർട്ട് ആസ് എന്നൊരു ബട്ടൺ കാണാം. എക്സ്പോർട്ട് ആസ്, അതായത് ഇത് ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് എവിടെയാണ് ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാം. എവിടെ എക്സ്പോർട്ട് ചെയ്യേണ്ടേ? ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെയാണ് നമുക്കത് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. ചോദ്യത്തിൽ കൃത്യമായിട്ട് പറയുന്നതാണ് രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _ കൊടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ആ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ ഒരു സേവ് ബട്ടൺ കാണാൻ പറ്റും. ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്ര മാത്രം ചെയ്താൽ മതിയോ? പോരാ, ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ എക്സ്പോർട്ട് ആവില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ കൂടി നമ്മൾ ക്ലിക്ക് ചെയ്യണം. ആ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി, അത്രയേ വേണ്ടൂ. അപ്പോൾ അതവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഹോമിലേക്ക് പോവാം. ഹോമിലെ exam10 എന്ന ഫോൾഡർ ഇവിടെ ഉണ്ട്. ആ exam10 എന്ന ഫോൾഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നമ്മൾ സേവ് ചെയ്ത ആ ഒരു PNG ഫയൽ ഫോർമാറ്റിലുള്ള ആ ഒരു PNG ഫോർമാറ്റിലുള്ള ഇമേജ് ഇവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ഓക്കെ, ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രെയിം തയ്യാറാക്കുക, ക്രിയേറ്റ് എ ഫ്രെയിം. ഓക്കെ, ഹോമിലെ images10 ഫോൾഡറിലെ scenery.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഇൻക്ലൂഡ് ദ ഇമേജ് scenery.png ഗിവൺ ഇൻ ദ images10 ഫോൾഡർ ഇൻ ഹോം. ഗ്രൂപ്പ് എൻറ്റയർ ഇമേജ്. ചിത്രം മുഴുവനായും ഗ്രൂപ്പ് ചെയ്യുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ exam10 ഫോൾഡറിൽ SVG ഫയലായിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, SVG ഫയൽ PNGയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനല്ല, SVGയിലേക്ക് സേവ് ചെയ്യാനാണ് പറയുന്നത്. ഈ രീതിയിലുള്ള ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യണം അല്ലേ. ഇവിടെ വേറെ ഒരു SVG ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാനൊന്നുമല്ല തന്നത്, ഈ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു, ഗ്രാഫിക്സിലേക്ക് വരുന്നു. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തല്ലോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സൗകര്യം കിട്ടാൻ നമ്മൾ ഈ ഒരു പേജ് ബോർഡറിനെ തൽക്കാലം ഇവിടെ നമുക്ക് ഒഴിവാക്കാം. അതിനുവേണ്ടി ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എടുക്കാം. അപ്പോൾ ഇവിടെ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എന്നൊരു വിൻഡോ വന്നിട്ട് കാണാലോ. ഇവിടെ താഴെ ബോർഡർ എന്ന് കാണാൻ പറ്റും. ഇവിടെ ഷോ പേജ് ബോർഡർ എന്നുണ്ട്. ഈ ഒരു ടിക്ക് മാർക്ക് അങ്ങോട്ടേക്ക് ഒഴിവാക്കാം. ആ ടിക്ക് മാർക്ക് ഒഴിവാക്കുമ്പോൾ ആ ഒരു പേജ് ബോർഡർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ പണി നമ്മൾ തുടങ്ങുന്നത്. ചോദ്യം നോക്കാം. ഇതേപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. ആദ്യം എന്ത് ചെയ്യാം, ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് അതിൽ പറഞ്ഞതുപോലെയുള്ള ഒരു റെക്റ്റാങ്കിൾ നമുക്കിവിടെ വരക്കാം. ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ കളർ കൊടുക്കണ്ടേ ചിത്രത്തിൽ, ഇത് ഈ ഒരു കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഡാർക്ക് ബ്രൗൺ പോലെയുള്ള ഒരു കളർ ഉണ്ട്, അത് നമുക്ക് കൊടുത്തു. ഇനി എന്താ വേണ്ടേ, അതിനകത്ത് വേറെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ. നമുക്ക് വേണമെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരച്ച് ചേർക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതിയല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്യാം, ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ട ആ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ആണ്, റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ 2-3 മാർഗ്ഗങ്ങളുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കണം. ചെറുതാക്കുമ്പം എല്ലാ ഭാഗവും ഒരേപോലെ ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ട് കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചെറുതാക്കുക. ഓക്കെ, ഇതേപോലെ ചെറുതാക്കുക. അപ്പോൾ അത് കളർ മാറ്റാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഈ ഒരു കളർ ചൂസ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഇവിടെ വരുത്താനുണ്ട് അല്ലേ. ഇതിനെ കുറച്ച് പിടിച്ച് വലിച്ചിട്ട് ആ ഒരു ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അതിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് വേണം, ഇതിനകത്ത് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ. അതിനെ നമുക്ക് വരച്ച് ചേർക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഇതിനെ ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഓക്കെ, ഇതിനെ ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നേരത്തെ നമ്മൾ എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ Ctrl D അമർത്തിയാലും മതി. ഞാനിവിടെ
ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതാക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ട് കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ച് ഇതിന് ഇതേപോലെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഇനി ഇത്ര മാത്രം പോരാ, ചോദ്യത്തിൽ നോക്കി ഇതിനൊരു സ്ട്രോക്ക് ഉണ്ട് അല്ലേ, ഇതേപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു സ്ട്രോക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു ബ്ലാക്ക് കളറിൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു സ്ട്രോക്ക് കൊടുക്കുന്നുണ്ടല്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചതുരം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല, ആ ഒരു റെക്ടാങ്കിൾ പോലും കാണാൻ പറ്റുന്നില്ല, കാരണം അതിൻ്റെ രണ്ടിൻ്റെയും കളർ ഒരേപോലെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള വരച്ച് ചേർത്തിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ചേർത്തിട്ടുള്ള ആ ഒരു റെക്ടാങ്കിളിന് ഒരു സ്ട്രോക്ക് കൊടുക്കണം. അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കാം. ഓബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ വരും. ഇവിടെ ഫില്ല്, സ്ട്രോക്ക് പെയിന്റ്, സ്ട്രോക്ക് സ്റ്റൈൽ 3 ടാബ് ഉണ്ട്. നമുക്കിവിടെ സ്ട്രോക്ക് പെയിന്റിലേക്ക് വരാം. സ്ട്രോക്ക് പെയിന്റിൽ വന്നു കഴിഞ്ഞാൽ 2-3 ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇതിൽ ആദ്യത്തേത് നോ പെയിന്റ്, അതായത് അതിൽ കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല, പെയിന്റ് ഒന്നും ഉണ്ടാവില്ല. അടുത്തത് ഫ്ലാറ്റ് കളർ. നമുക്ക് ഇവിടെ വേണ്ടത് ഫ്ലാറ്റ് കളറാണ്. ഫ്ലാറ്റ് കളർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു കളർ വന്നിട്ട് കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള ഒരു കളർ ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ വീലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് കളർ ചൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കണ്ടില്ല ചെറിയൊരു ബോർഡർ, ചെറിയൊരു സ്ട്രോക്കാണ് വന്നത്. അതിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കണം, എന്നാലേ നമുക്ക് ഇതേപോലെ കുറച്ച് കട്ടിയായിട്ട് കിട്ടും. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ആ ഒരു വിഡ്ത്ത് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാൻ വേണ്ടി ഇവിടെ സ്ട്രോക്ക് സ്റ്റൈൽ കാണാലോ, സ്ട്രോക്ക് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വിഡ്ത്ത് 1.452 ആണുള്ളത്, അതിനെ നമുക്ക് കൂട്ടി കൊടുക്കാം. ജസ്റ്റ് ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടിക്കോളും. ഓക്കെ, ഈ രീതിയിൽ ഞാനത് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫ്രെയിം ഏകദേശം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് ദ ഇമേജ് scenery.png ഗിവൺ ഇൻ ദ ഇമേജസ് 10 ഫോൾഡർ ഇൻ ഹോം. അതായത് ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ scenery.png എന്ന ചിത്രം ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആ ഒരു ഇമേജ് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. PNG പോലുള്ള ഇമേജ് ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. എവിടെയാണ് ഇമേജ് ഉള്ളത്? ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിനകത്ത്, ഇമേജസ് 10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ നിങ്ങൾക്ക് scenery.png എന്ന ചിത്രം കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ജസ്റ്റ് ഓക്കെ കൊടുത്ത് വിട്ടാൽ മതി. ഓക്കെ കൊടുത്താൽ നമുക്ക് ആ ഒരു ചിത്രം കിട്ടും. ഇതിനെ പിടിച്ച് വലിച്ച് ഇവിടെ കൊണ്ടുവരിക. എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് വലുതായി കിട്ടാൻ വേണ്ടി കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വലിക്കുക. എന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ചോദ്യത്തിലുള്ളതുപോലെ അതിനെ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും രീതിയിലുള്ള കളറുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓരോ റെക്ടാങ്കിളും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കളർ പാലറ്റിൽ നിന്നും ആവശ്യമായുള്ള കളർ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയും ചെയ്ത ശേഷം എന്ത് വേണം? ചിത്രം മുഴുവനായും ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് എൻറ്റയർ ഇമേജ്, ഗ്രൂപ്പ് ദ എൻറ്റയർ ഇമേജ്. അപ്പോൾ എന്ത് ചെയ്യാം, മുഴുവനായിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ അത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞാൽ ഇതിനെ SVG ഫയലായിട്ട് സേവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സേവ് ദ ഇമേജസ് SVG ഫയൽ. SVG ഫയലായിട്ട് സേവ് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫയലിൽ ഡയറക്റ്റ് അങ്ങ് സേവ് കൊടുത്താൽ മതി. ഫയലിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആണ്, അതുകൊണ്ട് ഫയലിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് SVG ഫോർമാറ്റിലേക്കായിരിക്കും സേവ് ആവുന്നത്. സോ സേവ് കൊടുക്കുക. എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് സേവ് ചെയ്യേണ്ടത് നമ്മുടെ ഹോമിലേക്ക് പോവുക. ഹോമിലെ exam10 എന്ന ഫോൾഡർ ഉണ്ട്. exam10 എന്ന ഫോൾഡറിലേക്ക് വരിക. ഇവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. .svg എന്ന ആ ഒരു എക്സ്റ്റൻഷൻ അവിടെ നിന്നോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ഈ ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പേര് കാണാം. ഓക്കെ, അപ്പോൾ SVG ഫയലായിട്ട് സേവ് ചെയ്യുമ്പോൾ അത് സേവ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ ആ ഒരു ഫയലിൻ്റെ പേര് അവിടെ കാണാൻ പറ്റും. ഇത്രയും ചെയ്താൽ ഈ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. പ്രിപ്പയർ ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ എക്സാമ്പിൾ. ഇതിൽ കാണുന്നത് പോലെയുള്ള ഒരു ഇമേജ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹിന്റ് ഇവിടെ ഉണ്ട്, ആഡ് ദ ടെക്സ്റ്റ്. ഓക്കെ, മലയാളം മീഡിയം ആയാലും ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചിത്രം ഇതേപോലെ ആക്കുക. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ആഡ് ചെയ്യുക. സേവ് ദ ഇമേജ് ഇൻ SVG ഫോർമാറ്റ് ഇൻ exam10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ദ ഫയൽ നെയിം. SVG ഫയലായിട്ട് സേവ് ചെയ്യുക. അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതേപോലെ നമ്മളോടൊരു ചിത്രം ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഒരു ഇമേജ്. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ നമ്മുടെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്കിത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് സൗകര്യമായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു പേജ് ബോർഡറിനെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ്. എന്നിട്ട് ഇതാ ഇവിടെ കാണാലോ ഷോ പേജ് ബോർഡർ എന്ന്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് ബോർഡർ ഇവിടെ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ആദ്യം ഫസ്റ്റ് വരയ്ക്കണം. ഓക്കെ, റെക്റ്റാങ്കിൾ നമുക്ക് വരച്ചു കൊടുക്കാം. റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഇതേപോലെ വരച്ചു കൊടുക്കാം.
ചോദ്യത്തിൽ ഏതാ കളർ പറഞ്ഞില്ലേ? ഇതാ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കളർ നമുക്ക് കൊടുക്കാം. ആ ഒരു ലൈറ്റ് ബ്ലാക്ക് അടിക്കുന്ന ആ ഒരു കളർ ഞാനിവിടെ കൊടുത്തു. ഓക്കെ, താഴെ കളർ പാലറ്റിൽ നിന്ന് ചൂസ് ചെയ്യാം. ഒരു ഗ്രേ കളർ ചൂസ് ചെയ്തു. ഇനി നോക്കി, ഇതിനൊരു സ്ട്രോക്ക് ഉണ്ട് അല്ലേ? സ്ട്രോക്ക് കളർ ഉണ്ട്, കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രേ കളർ അവിടെ സ്ട്രോക്ക് വരുന്നുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 മാർഗമുണ്ട്. ഒന്നിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ പോയിട്ട് സ്ട്രോക്ക് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴെ കളർ പാലറ്റിൽ നിന്നൊരു കളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രോക്കിനായിരിക്കും കളറായി വരുന്നത്. ഓക്കെ, ഡയറക്റ്റ് വേറെ കീ ഒന്നും പ്രസ് ചെയ്യാതെ ഡയറക്റ്റ് കളർ പാലറ്റിൽ നിന്നാണ് നിങ്ങൾ കളർ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് ഫിൽ ആവും. അല്ല, നിങ്ങൾക്ക് ആ ഷേപ്പിൻ്റെ സ്ട്രോക്കിനാണ് നിങ്ങൾക്ക് കളർ കൊടുക്കേണ്ടതെങ്കിൽ ആ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുത്തു. ഇനി സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറവാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഓബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്. അപ്പോൾ ഈ ഒരു വിൻഡോ കിട്ടുമല്ലോ. ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ സ്ട്രോക്ക് സ്റ്റൈൽ ഉണ്ട്. സ്ട്രോക്ക് സ്റ്റൈൽ ഇവിടെ 4.052 ആണുള്ളത്. അത് ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടുള്ള അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കും. ഇനി എന്താ വേണ്ടേ, ഒരു സർക്കിൾ വരച്ചു കൊടുക്കണം. അതിനൊരു 2 കണ്ണും ഒരു വായും വരച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ ഈ ഒരു സർക്കിൾ നമുക്ക് വരച്ചു കൊടുക്കാം. അതിന് വേണ്ടി സർക്കിൾ ടൂൾ ക്ലിക്ക് ചെയ്യാം. സർക്കിൾ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം. സർക്കിൾ വരയ്ക്കുമ്പോൾ ഒരു വൃത്തം വരയ്ക്കുമ്പോൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കൊടുത്ത സ്ട്രോക്ക് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ആ ഒരു സ്ട്രോക്ക് നമുക്ക് ഇനി ആവശ്യമില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി സ്ട്രോക്ക് പെയിന്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻഡു മാർക്ക് ഉണ്ട് അല്ലേ? അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രോക്ക് അവിടെ നിന്ന് പോകും. അപ്പോൾ ആ ഒരു കളർ എന്തുകൊണ്ട് ഇതേപോലെ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുറമേ ഉള്ളതും ആ ഒരു സർക്കിളിൻ്റെയും കളർ ഒരേപോലെയാണ്. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. അതിനെന്ത് ചെയ്യുക, താഴെ നിന്നും കളർ പാലറ്റിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായുള്ള ഒരു കളർ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു കളർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ കളർ പാലറ്റിൽ നിന്ന് ഇതേപോലെ കളർ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓൾറെഡി ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫിൽ ടാബ് പോയിട്ട് ഇവിടെ ഉണ്ട് ഫ്ലാറ്റ് കളർ ഉണ്ട് അല്ലേ? ഫ്ലാറ്റ് കളർ ചൂസ് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു കളർ ചൂസ് ചെയ്താലും മതി. എങ്ങനെയും ചെയ്യാം. ഇനി ഇത് അഥവാ ഇത് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ, ലീനിയർ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ലീനിയർ ഗ്രേഡിയൻ്റ് കൊടുത്തിട്ട് കളർ ചൂസ് ചെയ്യാം. റേഡിയൽ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ റേഡിയൽ ഗ്രേഡിയൻ്റ് കൊടുക്കുമ്പോൾ ഈ റേഡിയൽ ഗ്രേഡിയൻറ്റിൻ്റെ ഓരോ ഹാൻഡിൽസ് വരും അല്ലേ? ഈ ഹാൻഡിൽസ് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായുള്ള കളർ ചേർത്ത് കൊടുക്കാം. ചോദ്യത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ. ഓക്കെ, ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് അതിൻ്റെ കളറിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ ആയിട്ടാണ്, ഇതേപോലെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ കളറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ഇവിടെ നമ്മളോട് ഫ്ലാറ്റ് കളറാണ്, ജസ്റ്റ് ഒരു കളർ നമ്മൾ കൊടുക്കുന്നു. ആ ഒരു ഫ്ലാറ്റ് കളർ ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിന്ന് കളർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എന്താ വേണ്ടേ, 2 കണ്ണ് വേണം അല്ലേ? ഒന്നിക്കൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് 2 കണ്ണ് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓൾറെഡി സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താലും മതി. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്ന് നിന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതാക്കണം. കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതേപോലെ ചെറുതാക്കുക. ഓക്കെ, രണ്ടിൻ്റെയും കളർ ഒരേപോലെയാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ കളർ പാലറ്റിൽ നിന്ന് ഞാൻ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെക്കാം. ഇവിടെ വെച്ച് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഇത് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഒരു കണ്ണും കൂടി കൊടുക്കണം. അതിനെന്ത് ചെയ്യാം, ഈ ഒരു സർക്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേറെയും മാർഗ്ഗങ്ങളുണ്ട്. നമുക്കൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി എന്ന കീ പ്രസ് ചെയ്യാം. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി അമർത്താം. അപ്പോൾ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്കതിൻ്റെ വായയും കൂടി അല്ലെ, ഒരു മൗത്തും കൂടി സെറ്റ് ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിനെ പകുതിയാക്കിയിട്ടാണുള്ളത്. അതായത് സെമി സർക്കിൾ, അർദ്ധവൃത്താണ് ഇവിടെ ഉള്ളത്. അർദ്ധവൃത്തം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സർക്കിൾ ടൂൾ ഉണ്ട്. സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ച ഉടൻ തന്നെ അപ്പം തന്നെ മുകളിൽ നോക്കിയാൽ ഇവിടെ സ്റ്റാർട്ടും എൻഡും കാണാൻ പറ്റും. സ്റ്റാർട്ടും ഉണ്ട്, എൻഡും കാണാൻ പറ്റും. സ്റ്റാർട്ടിലാണ് നമ്മൾ 180 കൊടുക്കുന്നതെങ്കിൽ മുകളിലുള്ള ഭാഗമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എൻഡിലാണ് 180 കിട്ടുന്നത്, താഴെയുള്ള ഭാഗമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എന്താ വേണ്ടത്, നമുക്ക് താഴെയുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, എൻഡിൽ 180 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻഡിലുള്ള 0.00 എന്നത് കളഞ്ഞിട്ട് 180 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴെയുള്ള ഭാഗം നമുക്ക് കിട്ടും. എന്നാൽ ഈ എൻഡിൽ 0യും സ്റ്റാർട്ടിലാണ് 180 കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ മുകളിലുള്ള ഭാഗമായിരിക്കും കിട്ടുക. നമുക്കിപ്പോൾ താഴെയുള്ള ഭാഗം വേണം. നമ്മൾ താഴെയുള്ള ഭാഗം ഇതേപോലെ സെമി സർക്കിളായിട്ട് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഇതിന് കളർ മാറ്റണം. താഴെ നിന്ന് റെഡ് കളർ ചൂസ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വെക്കാം. ഇത്ര വലിയതായി നമുക്ക് വേണ്ട, കുറച്ച് ചെറുതാക്കാം. ഓക്കെ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, താഴെ സ്മൈൽ യു ആർ ഓൺ ക്യാമറ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ? ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ടൂള് ക്ലിക്ക് ചെയ്തിട്ട്
ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ടെക്സ്റ്റ് അതേപോലെ ടൈപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ആ ഒരു ടെക്സ്റ്റ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ബോൾഡ് ആക്കണം, കുറച്ച് കട്ടി കൂട്ടണം. ബോൾഡ് ആക്കാൻ ഇവിടെ ഫോണ്ട് സ്റ്റൈൽ ഉണ്ട്, അത് നോർമൽ മാറ്റിയിട്ട് ബോൾഡ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടി കൂട്ടി. ഇനി നമുക്ക് ഇതിനെ കുറച്ച് ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കാം. ഇവിടെ ഈ ഒരു 30 മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഒരു 40 കൊടുക്കുന്നു. 40 പോരാ, നമുക്ക് കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം. 48 കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ ചോദ്യത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചോദ്യത്തിൽ സ്മൈൽ ഒരു കൊമ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയാണ് യു ആർ ഓൺ ക്യാമറ എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സ്മൈലിൻ്റെ ആ ഒരു കൊമ കഴിഞ്ഞിട്ട് ഇവിടെ കഴ്സർ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ അത് താഴോട്ട് വന്നോളൂ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ മാത്രം മതിയോ? ഈ ഒരു സ്മൈൽ എന്നത് കുറച്ച് ഇങ്ങോട്ടാണ് അല്ലെ, ഒരു സെൻട്രലായിട്ടാണുള്ളത്. അപ്പോൾ സെൻട്രലായിട്ട് അലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ മുകളിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ് ഒക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നടുവിൽ വന്ന് നിന്നോളും. ഓക്കെ, സ്പേസ് കൊടുത്തിട്ടും ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാൻ പറ്റും. കുറച്ചുകൂടി നല്ലത് ഈ അലൈൻ കൊടുത്തിട്ടാണ് നമുക്ക് സെൻട്രലാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ചോദ്യത്തിൽ എന്താ പറഞ്ഞേ? ഒരു ബ്ലൂ കളർ നമുക്ക് കൊടുക്കണം. ഓക്കെ, താഴെ നിന്ന് ബ്ലൂ കളർ ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനൊക്കെ കൃത്യമായ സ്ഥലത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായ സ്ഥലത്തേക്ക് ഇതിനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? നമ്മളിവിടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ സേവ് ചെയ്യണം അല്ലേ? സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പറഞ്ഞത്? PNG-യിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണോ, SVG ആയിട്ട് സേവ് ചെയ്യാനാണോ? സേവ് ദ ഇമേജ് ഇൻ SVG ഫോർമാറ്റ്. SVG ഫോർമാറ്റ് ആയിട്ട് exam10 എന്ന ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യാനാണ് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്ത് ഇതിനെ എല്ലാം കൂടി ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ഇതേപോലെ ഊരി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാത്തിനും ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, മുഴുവനായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ചോദ്യത്തിൽ, ഗ്രൂപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, മുഴുവനായിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ മുഴുവനായിട്ട് സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക, ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ്. അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് ഗ്രൂപ്പ് ആക്കി കിട്ടും. ഇനി ഇതിനെ സേവ് ചെയ്യണം അല്ലേ? SVG ഫയൽ ഫോർമാറ്റിലേക്കാണ്, SVG ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. ഇങ്ക്സ്കേപ്പ് ആയതുകൊണ്ട് ഫയലിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് SVG ഫോർമാറ്റിലേക്കായിരിക്കും സേവ് ആകുന്നത്. ഫയലിൽ സേവ് കൊടുക്കുക. എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലേക്ക് വരിക. ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് കൃത്യമായിട്ടുള്ള പേര് കൊടുക്കുക. ഓക്കെ, പേര് കൊടുക്കുന്നു. ഞാനിവിടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. താഴെ സേവ് ബട്ടൺ ഉണ്ട്, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫയലിൻ്റെ നെയിം മുകളിൽ കാണാൻ പറ്റും. SVG ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് PNG ഫോർമാറ്റിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കാണില്ല. SVG ഫയലായിട്ട് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സേവ് ചെയ്ത രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഇവിടെ വന്നതായിട്ട് കാണാം. ഇത്രയും ചെയ്താൽ ഈ ഒരു പ്രവർത്തനവും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു.